മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആൾ ഡോക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ ആശുപത്രിക്കെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആശുപത്രി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക. വ്യാജ ഡോക്ടർ ചമഞ്ഞ് 5 വർഷം ചികിത്സ നടത്തിയ രതീഷ്, ആശുപത്രി ഉടമസ്ഥൻ ഷാഫി, മാനേജർ പാണ്ടിക്കാട് സ്വദേശി ഷമീർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് വഴിക്കടവ് നാരോക്കാവിൽ പ്രവർത്തിച്ചിരുന്ന അൽമാസ് ആശുപത്രിയിൽ ഡോക്ടർ ചമഞ്ഞ് ചികിത്സ നടത്തിയിരുന്ന നോർത്ത് പറവൂർ മാവഞ്ചോട് സ്വദേശി തെന്മലശ്ശേരി രതീഷ് പോലീസ് പിടിയിലായത്. പ്രീ ഡിഗ്രിയും മെഡിക്കൽ ഷോപ്പിൽ മരുന്നെടുത്തു കൊടുത്തുള്ള പരിചയവും മാത്രമുള്ള ഇയാൾ ആളുകളെ ചികിത്സിച്ചത് 5 വർഷത്തോളമാണ്. സംശയത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് വ്യാജ ഡോക്ടറാണെന്ന് തെളിഞ്ഞതും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതും. ആശുപത്രി ഉടമസ്ഥനായ ഷാഫി ഐലാശ്ശേരി, മാനേജർ പാണ്ടിക്കാട് സ്വദേശി ഷമീർ എന്നിവരെയും പോലീസ് പിടികൂടി. ഇവർ അറിഞ്ഞുകൊണ്ടാണ് രതീഷിനെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇദ്ദേഹത്തിന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം മുതൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിചയമുണ്ട്. 10-12 വർഷക്കാലം മെഡിക്കൽ സ്റ്റോറിൽ നിന്നിട്ടുണ്ട്. ആള് പ്രീ ഡിഗ്രിക്ക് കൊമേഴ്സാണ് പഠിച്ചിരുന്നത്, ഡിഗ്രിക്കും കൊമേഴ്സാണ് പഠിച്ചിരുന്നത്. ഈ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് പോലും ഇല്ലാത്ത ഒരു ആളാണ് ഈ ജനങ്ങളെ ഡോക്ടർ എന്ന വ്യാജേന ചികിത്സിച്ചു കൊണ്ടിരുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആശുപത്രി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന അന്വേഷണവും ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ പരാതികൾ ഉയരാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്താതിരുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. അവ്യക്തമായ സീലാണ് രതീഷ് ആശുപത്രിയിൽ ഉപയോഗിച്ചിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ആൾമാറാട്ടം, തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെ വകുപ്പുകളാണ് വഴിക്കടവ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരുവിധ പരിശോധനയും കൂടാതെ ഇത്രയും കാലം ഈ സംഘത്തിന് എങ്ങനെ തട്ടിപ്പ് നടത്താനായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം.